ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 40 തുടങ്ങിയിട്ടുള്ള വാക്യങ്ങളിലേക്ക്. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരേണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ എത്തിക്കൊണ്ടിരുന്നു. അന്ന് 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തോളുമായുള്ള ഒരു സ്ത്രീ പുറകിൽ അടുത്തിയെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. എന്നെ തൊട്ടതാർ എന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു, പുരുഷാരം നിന്നെ തിക്കിത്തിരക്കുന്നു എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു. യേശുവോ, ഒരാൾ എന്നെ തൊട്ടു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടു വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണ സൗഖ്യമായതും സകലജനവും കേൾക്കെ അറിയിച്ചു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന്, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ ദൂതും ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. അതിലൂടെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗം ഇതൊക്കെ ഒത്തിരി കഥ പോലെ എല്ലാവരുടെയും മനസ്സിലേക്ക് സ്റ്റോർ ചെയ്തേക്കുന്ന ഭാഗമാണ്. ഞാൻ പണ്ടിങ്ങനെ ഇരുന്നിട്ടിങ്ങനെ ഈ 12 12 12 എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അത് ശല്യം. ഹല്ലേലൂയ. ഇന്നലെ ആമേൻ, ഞാനിത് സത്യം പറഞ്ഞാൽ ഒരു ദേവദാസൻ ആ 12നെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. കാരണം ഈ 12 വയസ്സുള്ള കൊച്ചു 12 വർഷം രക്തസ്രാവം. ഇവർക്ക് രക്തസ്രാവം തുടങ്ങിയപ്പം ഈ കൊച്ചു ജനിച്ച പോലെ ഇവർക്ക് രോഗമുണ്ട്. ഹല്ലേലൂയ. കൊച്ചിന്റെ പ്രായമുള്ള രോഗം കൊണ്ടാണ് ഒരുത്തി നിൽക്കുന്നത്. കൊച്ചിന് 12 വയസ്സ്. ഹല്ലേലൂയ. യേശു കർത്താൻ ശിഷ്യന്മാർ 12 പേര്, എല്ലാം ഒത്തിരി 12 ഉണ്ട് നമ്മുടെ വേദപുസ്തകത്തിൽ. 12 വലിയ സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ കൊച്ച്, ഹല്ലേലൂയ, ആമേൻ, ഇവിടെ നമ്മൾ കാണുന്ന പള്ളിപ്രമാണിയായ ഒരു യായിറോസ് ആണ് വന്ന് യേശുവിന്റെ കാൽക്കൽ വീഴുന്ന കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വലിയ ബിഷപ്പോ എന്താ പറയാ, അതിനെക്കാട്ടി വല്ല മെത്രാനോ എന്നൊക്കെ പറയുന്ന ആൾക്കാർ വന്നിട്ട് ഇപ്പൊ ഒരു ആമേൻ ശുശ്രൂഷകന്റെ ദേവദാസന്റെ കാലിൽ വന്ന് വീഴുക, അതും പബ്ലിക്കായിട്ട് വന്ന് വീഴുക എന്ന് പറയുമ്പോഴത്തേന് നടക്കുന്ന കാര്യമാണ്. അവർക്ക് ദുരാഭിമാനമൊക്കെ ഉണ്ടാകത്തില്ലേ? കാരണം പക്ഷേല് വീണു പോകും. കാരണം എന്താ വെച്ചാൽ ആകപ്പാടുള്ളൊരു മോളം. ഹല്ലേലൂയ, ആമേൻ. അവന് ഏകദേശം ഏകജാതയൊരു മകളുണ്ടായിരുന്നു. ഒരൊറ്റ മകളേ ഉള്ളൂ. അതിനാണ് രോഗം. ഹല്ലേലൂയ. അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് അന്ന് ശ്രുതി പരന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ കേട്ടറിഞ്ഞ്, ഹല്ലേലൂയ, കൊച്ചിനെ രക്ഷിക്കാനായിട്ട് വേറെ മാർഗമോ, നമ്മളൊക്കെ അങ്ങനെയില്ലേ, നമുക്ക് വേറെ രക്ഷയൊന്നും ഇല്ലെങ്കിലാണ് മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ തന്നെ യേശുവിനെ കണ്ടുമുട്ടുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കലേക്ക് വരുന്നത്. കാരണം എല്ലാ വഴിയും നോക്കി, ഹല്ലേലൂയ, അതൊന്നും സക്സസ് ആകുന്നില്ലെങ്കിൽ പിന്നെ കർത്താവിൽ അങ്ങോട്ട് ആശ്രയിച്ചേക്കാൻ നിനക്ക് പല ആൾക്കാരും വിശ്വാസത്തിലേക്ക് വന്നേക്കുന്നത്. ആമേൻ. കൃപയാൽ, ഹല്ലേലൂയ, അല്ലാതെ വന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അപ്പൊ ഇവിടെ ഹല്ലേലൂയ യേശുവിനെ കുറിച്ച് കേട്ട് യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ് യായിറോസ്. ഹല്ലേലൂയ. അവൻ അപ്പോൾ എന്നിട്ട് യേശു മടങ്ങി വന്നപ്പോ എന്താ, യേശു കർത്താൻ വലിയ അത്ഭുതമൊക്കെ ചെയ്തിട്ട് മടങ്ങി വരികയാണ്. ഹല്ലേലൂയ. അതിനുശേഷം യേശു മടങ്ങി പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവരായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ പുരുഷാരമുണ്ട് കേട്ടോ. ചെറിയ ആരും ഇല്ലാത്ത രഹസ്യത്തിലല്ല യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് യായിറോസ് കാൽക്ക വീണ്. പുരുഷാരം അവരെ കാത്തിരിക്കുകയാണ്. അപ്പൊ സന്തോഷത്തോടെ യേശുവിനെ കൈക്കൊണ്ടാ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ പബ്ലിക്കലി വലിയൊരു ക്രൂസൈഡൊക്കെ നടക്കുന്ന സമയം എന്ന് പറയുന്ന പോലെ അതുപോലെ സമയത്താണ് അപ്പോൾ പള്ളിപ്രമാണി യായിറോസ് എന്ന പേരുള്ള മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. എത്ര വലിയ ആളാണെങ്കിലും സ്വന്തം ജീവിതത്തിൽ തൊടേണ്ട ഭാഗത്ത് കയറി തൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് മടക്കും എന്നുള്ളൊരു ഉറപ്പല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കും പറയാറുണ്ട്. ഹല്ലേലൂയ. ചില വ്യക്തികൾ സത്യം അറിഞ്ഞിട്ടും
ആമീൻ സത്യത്തെ കണക്കാക്കാതെ നെക്കളും അഹങ്കാരവും കൊണ്ട് ആമീൻ കർത്താവിനെ തള്ളിക്കളയല്ലേ, കർത്താവിന് മുമ്പ് മുട്ടുമടക്കാൻ മടിയായിട്ടിരിക്കുന്നവർക്ക് എവിടെ തൊടണമെന്ന് ദൈവത്തിന് അറിയാം. ആമേൻ. ഹാലേലുയ. അവിടെ തൊട്ട് കഴിഞ്ഞാൽ ഏത് മുഴങ്കാലും മടങ്ങും. ഹാലേലിയ. അവന്റെ സ്ഥാനമോ മാനമോ അവന്റെ സമ്പത്തോ അധികാരമോ അഹങ്കാരമോ എല്ലാം വിട്ടുകളഞ്ഞിട്ട് ഹാലേലിയ അതിനെ ഒന്നും നോക്കാതെ വന്ന് മുട്ട് മടക്കുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെ തന്നെയാ. അങ്ങനെ തന്നെ കർത്താവിനെ തൊടണം. ഹാലേലൂയ. ഈ ലോകത്തിലെ ഈ സകലതും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയിട്ട് എന്ത് പ്രയോജനം ചോദിച്ച കണക്ക് ഇവിടെ ചിലപ്പം കോടികളും ഹാലേലി മറ്റു പലതും ഉണ്ടായേക്കും. പക്ഷെ ഇതെല്ലാം കൊണ്ടായിട്ടും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിശാചിന്റെ അധീനതയിൽ കടന്ന് ഹാലേലി അഹങ്കാരവും നെഗളവും കാരണം നശിച്ചു പോകുന്നതിനെക്കാട്ടും നല്ലതാ അവന്റെ സമ്പത്തൊന്ന് തൊടുന്നെങ്കിൽ തൊട്ടോട്ടെ, ആരോഗ്യത്തെ ഒന്ന് തൊടുന്നത് തൊട്ടോട്ടെ. ഹാലേലി. എന്നാലും എന്റെ കർത്താവിന്റെ മുമ്പ് മുട്ടുമടക്കുന്നതിനാണ് നല്ലത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ അവിടെ വീണ് അവന് ഏകദേശം 12 വയസ്സുള്ള ഏകജാതി ഒരു മകളുണ്ടായിരുന്നു. ഒന്നും കൂടെ ഉണ്ടാകാതെ ചിലപ്പോ ഒന്ന് വീഴത്തില്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയ സാർമ സിസ്റ്റർ ഒന്ന് ഓർത്ത് നോക്കിയ. നമ്മൾ പറയാ നാളായിട്ട് സുവിശേഷം പറയുന്നത് സത്യം മനസ്സിലായി. ഹാലേലിയ. പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ്, കളിയാക്കലാണ്. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഹാലേലിയ ഒരൊറ്റ കുഞ്ഞേ ഉള്ളെങ്കിൽ അതിനെ ഒന്ന് തൊട്ടു നോക്കട്ടെ ദൈവം. ഇനി ഒരു രക്ഷയില്ല. ഡോക്ടർമാർ പറയും ഇനി ഒരു രക്ഷയില്ല കേട്ടോ. ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രം ചെയ്ത് എല്ലാ ഡോക്ടർമാരുടെ അവസാനം പത് വാക്കാണല്ലോ, നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യല്ല, വേറെ ഞങ്ങൾക്ക് ഇനി ചെയ്യാനൊന്നുമില്ല എന്ന് പറയുന്നൊരു വാക്ക് കേട്ട ഏത് പ്രാർത്ഥിക്കുന്നതിനും പ്രാർത്ഥിക്കത്തില്ലേ, ഏത് മുട്ടുമടക്കാത്തതിനും മുട്ടുമടക്കത്തില്ലേ. ഹാലേലൂയ. കാരണം എന്താ പറയാ, അവനെ തൊടണ്ടെടുത്ത് തൊട്ടു ദൈവം. ഹാലേലൂയ. ഇവിടെ വന്ന് ചിലപ്പോ ഈ പള്ളിപ്രമാണി ചിലപ്പോ യേശുവിനെതിരായിരുന്നു കാണും, ചിലപ്പോൾ യഹൂദന്മാരുടെ, നമുക്കറിയാം പള്ളിപ്രമാണി അന്നത്തെ കഥ യഹൂദന്മാരുടെ ഇതിലൊക്കെ നിൽക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ യേശുവിനെ വിരോധിക്കുന്നവരാണ്. യേശുവിന്റെ അടുക്ക് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പള്ളി ഫ്രഷറാക്കി പുറത്താക്കി ഒക്കെ ചെയ്യും. പക്ഷെ പുള്ളി അതെല്ലാം മറന്നു പോവുക. കാരണം വെച്ചാൽ പുള്ളിയുടെ പ്രശ്നത്തിന് മുമ്പിൽ ഹാലേലിയ ലോകത്തിന്റെ റെസ്ട്രിക്ഷൻസും പുള്ളിക്ക് വിഷയമേ അല്ല. പുള്ളിയുടെ മുമ്പിലെ വിഷയം നമ്മളെപ്പോഴും ശരിയാണ് നമ്മുടെ പ്രയോറിറ്റി നോക്കുന്നത് അല്ലെ. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾക്കൊരു ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഹാലില്ലേ ഏതറ്റം വരെ പോകുമെന്ന് പറയുന്നത് എനിക്ക് ഹാലൂയ. കാരണം ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നമ്മൾ ദാവീദിനൊക്കെ ഉണ്ട്. ദാവീദ് ഒരിക്കൽ പോലും ദാവീദിന്റെ ജീവിതത്തിൽ പോലും അങ്ങനെ ഉപവസിച്ച് കമന്ന് വീണ് പ്രാർത്ഥിച്ചൊന്നും നമ്മൾ കാണുന്നില്ല. ഒരു കുഞ്ഞിന് സുഖമില്ലാതെ നമ്മൾ ദാവീദ് അവിടെ വീണ് നിലപാട് വീണ് ഉപവസിച്ചു പ്രാർത്ഥിച്ച് കരഞ്ഞ് ഇതെല്ലാം പറഞ്ഞു. അതിനെ ആ ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. പലരും അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ ഏറ്റവും കൂടുതൽ താഴ്ത്തുക ചിലർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിന് തൊടുമ്പോഴാണ് അവരുടെ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തേക്കുന്ന സംഭവങ്ങളെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അറിയാം അവര് ഏത് നിലവിളിക്കാത്തൊരു നിലവിളിക്കുന്ന നമ്മൾ കാണാറുണ്ട്. എത്ര കല്ലായിരിക്കുന്ന ഹൃദയവും അത് ഉരുകും. കാരണം ആരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ഇടയാകുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ യേശുവിന്റെ മുമ്പിൽ പള്ളിപ്രമാണം മുട്ടുമടക്കുക അയാളുടെ എല്ലാ അഹങ്കാരവും എല്ലാ പൊസിഷനും എല്ലാ സമ്പത്തും എല്ലാ അധികാരത്തെയും മറന്നുകൊണ്ട് അധികാരമുള്ളവന്റെ മുമ്പിൽ വന്ന് മുട്ടുമടക്കുന്നത്. ഹാലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്ന എന്നിട്ട് അവൻ ഏകദേശം 12 വയസ്സ് ഏകജാതി മകളുണ്ട്. അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാർ അവനെ തിക്കിക്കൊണ്ടിരുന്നു. അവൻ മരിക്കാറായപ്പോ യേശുവെ ഒന്നൊന്ന് പ്രാർത്ഥിക്കണമേ എന്നല്ല, എന്റെ വീട്ടിൽ വരണമെന്ന് തന്നെ അപേക്ഷിച്ചത്. കാരണം പ്രാർത്ഥിച്ചപ്പോ ചിലപ്പോ ഒക്കെ ശരിയാ, എല്ലാവരും ഒന്നും അറിയത്തില്ല. യേശുവിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് മോളെ ഒന്ന് സൗഖ്യമാക്കാം. പക്ഷെ യായിറോസിന്റെ വീട്ടിലേക്ക് യേശു ചെന്ന സകല ജനവും അറിയും യേശുവിനെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നു അല്ലേ. ഹാലേലൂയ. ഇപ്പൊ നമ്മളൊക്കെ ചില ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഹാലേലൂയ. എന്താ ഒന്ന് പ്രാർത്ഥിക്കണേ, ഒരു വിഷയമുണ്ടെന്ന് പ്രാർത്ഥിക്കണേ. ഒരു പ്രാർത്ഥിച്ച് ചിലപ്പോൾ വിടുതലെടുത്ത് പോകും. പക്ഷെ അവരാരും പെന്തക്കോസ്ത് ചേർന്ന് ദൈവത്തെ ആരാധിക്കാനായിട്ട് സഭകളിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ അതുകൊണ്ട് പലരും അറിയുന്നില്ല, ഇവരൊന്ന് പ്രാർത്ഥിച്ച് പെന്തക്കോസ്തുകാരുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നവരൊന്നും അറിയുന്നില്ല. പക്ഷെ അവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ കമ്മലും മാല ഊരുന്നവർ അതൊക്കെ ഊരി വെള്ളമൊക്കെ ഇട്ട് സഭയിലേക്ക് പോകുന്ന അവർ അയൽക്കാരും നാട്ടുകാരും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം അറിയും. അയ്യോ ഇവള് കേട്ട ആ കൂട്ടത്തിൽ പോയി എന്നറിയും. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ യായിറോസിന് വേണേ വന്ന് പറഞ്ഞ കർത്താവേ എന്റെ മോൾക്ക് സുഖമില്ല ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞ് വേണേ പ്രാർത്ഥിപ്പിച്ച് വേണേ വിടുതലെടുത്ത്. പക്ഷെ യായിറോസ് പ്രാർത്ഥിപ്പിച്ച് വിടുതലെടുത്ത എന്റെ കൂടെ എന്റെ ഭവനത്തിലേക്ക് വരണമെന്ന് തന്നെ ക്ഷണിച്ചു. കാരണം എല്ലാവരും അറിഞ്ഞാലും എല്ലാവരും കണ്ടാലും കുഴപ്പമില്ല, യേശു വന്ന് എന്റെ മോളെ പിടിവെക്കുമെന്നൊരു ഉറപ്പ് ഒരു ധൈര്യവും യായിറോസിന്റെ ഉള്ളിലുണ്ടായിരുന്നു.
ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് യായിറോസ് രണ്ടും കൽപ്പിച്ച യേശുവിനൊക്കെ വന്നതെന്ന് മനസ്സിലായി. കാരണം നിന്നെ കൊണ്ട് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ, എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വന്നാൽ ഞാൻ നിന്റെ കൂടെ തന്നെ നടക്കുമെന്നുള്ള ഉദ്ദേശമാണ്. അതുകൊണ്ടാണ് വീട്ടിലേക്ക്, ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയിരുന്നു. നമ്മൾ കാണും തിമോത്തി, സോറി, നമ്മുടെ ഹല്ലേലൂയ, മറ്റേ ഭൂതഗ്രസ്തയായ കുഞ്ഞിന്റെ അമ്മ വന്ന് ഹല്ലേലൂയ യേശുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആമേ ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ ശതാധിപൻ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, നീ എന്റെ ഭവനത്തിലേക്ക് വരാൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടെ എല്ലാം സൗഖ്യമായല്ലേ, പാലക്കാരൊക്കെ സൗഖ്യം. അതുപോലെ ഈ ഐറോസിന് വന്നിട്ട് പറയാന്ന്, കർത്താവ് എന്റെ കുഞ്ഞിന് ഇതുപോലെ പ്രശ്നമാണ്, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കണമെന്നല്ല, എന്റെ ഭവനത്തിലേക്ക് വരണമെന്ന് തന്നെയാണ്. അമ്മ തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പൊ വീട്ടിൽ യേശു കയറി കഴിഞ്ഞാൽ ആ വീടിന് രക്ഷ വരും. ഹാലേലി. ഒരാൾക്ക് മാത്രമല്ല, അവിടെയുള്ള സകലർക്കും രക്ഷ വരും എന്നുള്ള കാര്യം ഹാലേലിയ. ആമ യായിറോസ്, അതുപോലെ യായിറോസ് ആമയും യേശുവിനെ ഫോളോ ചെയ്യാൻ തീരുമാനം ഉണ്ടായതല്ല, നമുക്ക് മനസ്സിലാക്കാം. കാരണം യേശു ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഹാലേലി, ആ വീട് പിന്നെ യഹൂദന്മാരുടെ സ്ഥാനത്തും മാനത്തും ഒന്നും പുള്ളിക്ക് പള്ളിപ്രമാണിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ലെന്നറിയാം. അതുകൊണ്ടാണ് നിക്കോദെമോസ് രഹസ്യത്തിൽ രാത്രി വന്ന് യേശുവിനെ കണ്ടത്. അല്ല, നിക്കോദെമോസ് പരസ്യമായിട്ട് വരാതിരുന്നത്. എന്താ യേശുവിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നത്? കാരണം അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന പൊസിഷൻസ്, അവരുടെ സ്ഥാനമാനങ്ങൾ ഒഴിയണം. ഇവിടുത്തെ BJP-യുടെ വലിയൊരു പ്രസിഡന്റിന്റെ, സെക്രട്ടറിയുടെ വീട്ടിലേക്ക് യേശുവിന്റെ റെപ്രസെന്റേറ്റീവ്, വലിയൊരു അറിയപ്പെടുന്ന ഒരു പാസ്റ്റർ ചെന്ന് വിളിച്ച്, എന്റെ വീട്ടിൽ വിഷയമുണ്ട്, വന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചെന്നിരിക്കട്ടെ. രഹസ്യത്തിൽ പല രാഷ്ട്രീയക്കാരും പോയി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ പരസ്യമായിട്ട് വീട്ടിൽ കൊണ്ട് കൊച്ചിന് സുഖമില്ല, പ്രാർത്ഥിക്കണം, എന്നിട്ട് കൊച്ചു സൗഖ്യമായി എന്ന് പറഞ്ഞിട്ട് ഹാലേ സജ്ജനം മൊത്തം അറിയണമെങ്കിൽ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഹാലൂയ. ചെയ്യുമെങ്കിൽ അയാളെ ഇപ്പൊ ഉള്ള കസേരയെക്കാട്ടും ആ കൂടുതൽ ഹാലേലിയ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അത് ചെയ്യത്തുള്ളൂ. കാരണം പിന്നെ നാളെയൊക്കെ കസേര ഇരിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു ഉറപ്പുമില്ല. അല്ലെ, ഇപ്പൊ സുരേഷ് ഗോപി വന്നിട്ട് ഒരു പാസ്റ്റർ എന്റെ കുഞ്ഞിന് സുഖമില്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം എന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം അവരെയൊക്കെ ചത്താലും ചെയ്യത്തില്ല. കാരണം എന്താ കാര്യം വെച്ചാൽ അവർക്ക് അതിനെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ സ്ഥാനവും മാനവും പൊസിഷനും ഹാലയിലെ കസേരയൊക്കെ ചില ആൾക്കാർ. പക്ഷേ ഏത് കസേരയും സ്നേഹിക്കാതെ, ഏത് സ്ഥാനവും എന്താ പറയാ മറന്നിട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. കാരണം ഇവന്റെ ഏകജാതയായ പുത്രിയ ഹാലേലിയ, ഒരൊറ്റ മകളെ ഉള്ളു ഹാലിയ, അതിനെയാണ് രോഗം പിടിച്ചിരിക്കുന്നത്. എല്ലാ വൈദ്യന്മാരും പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല ഹാലിയ, നീ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യാന്ന് പറഞ്ഞു കാണും ഹാലിയ. പലപ്പോഴും ഡോക്ടർമാർ അവസാന നിമിഷത്തിൽ പറയും ഹാലേലിയ ഇനി രക്ഷയൊന്നുമില്ല, പ്രാർത്ഥിക്കുക മാത്രമേ. നമ്മുടെ ഷമീർ കൊല്ലം എപ്പോഴും സാക്ഷ്യം പറയാറുണ്ട് ഹാലേലിയ, രോഗസൗഖ്യമായാലും അദ്ദേഹത്തിന്റെ പെങ്ങൾക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ അയക്കുന്ന സമയത്ത് സുഖമില്ലായിരുന്നു ഡോക്ടർമാരൊക്കെ രക്ഷയില്ല എന്ന് പറയുന്ന സമയത്ത് അവിടെ വന്നൊരു ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ച് ആ കുഞ്ഞ് സൗഖ്യമായത്. അതോടുകൂടിയാണ് അവരെല്ലാവരും കുടുംബമൊക്കെ യേശുവിനെ വിശ്വസിക്കാൻ ഇടയായത്. കാരണം എന്താ മുസ്ലിം വിശ്വാസം നിൽക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. കുഞ്ഞുനാളിലെ മുതലേ അവര് മദ്രസയിൽ പോയി വേദം അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചും ഭയങ്കര തീഷ്ണതയോടുകൂടി വളരുന്ന ആൾക്കാരാണ് അതൊന്ന് വിട്ടുമാറാൻ വലിയ പ്രയാസം. പക്ഷേങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒന്നിനെ രോഗാത്മക പിടിച്ചപ്പോൾ കർത്താവേ, അതിൽ നിന്ന് ആ രോഗത്തിൽ നിന്ന് ആ രോഗബന്ധനത്തിൽ നിന്ന് വിടുവിക്കാൻ ഒരുവന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ള പരമമായ സത്യം അവർ മനസ്സിലാക്കി. ഏത് രോഗബന്ധനമാണെങ്കിലും, ഏത് പൈശാചിക ശക്തിയാണെങ്കിലും അവിടെ യേശുവിന്റെ മുമ്പിൽ മാത്രമേ അത് കീഴടങ്ങത്തുള്ളൂ. ഈ ലോകത്തിലെ ഡോക്ടർമാർക്ക് കഴിയാത്തത്, വൈദ്യന്മാർക്ക് കഴിയാത്തത് ശാസ്ത്രത്തിന് കഴിയാത്തത്, ഇന്ന് വരെയുള്ള കണ്ടുപിടുത്തങ്ങൾക്കൊന്നും കഴിയാത്ത, ഇന്ന് വരെയുള്ള എല്ലാ ഒരു മരുന്നുകൾക്കും സൗഖ്യമാക്കാൻ കഴിയാത്തതിനെ സൗഖ്യമാക്കാൻ കഴിയുന്നത് എന്റെ കർത്താവിന് മാത്രമാണ്. തിരിച്ചറിവാണ് പലരും യേശുവിലേക്ക് കൊണ്ടുവരുന്നത്. യായിറോസിനെ അങ്ങനെ കൊണ്ട് അപ്പൊ ആ പോകുന്ന വഴിക്കാണ് നമ്മുടെ അടുത്ത ആള് 12 വർഷമായി രക്തസ്രാവം. എന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ മുതലേ അവർക്ക് രക്തസ്രാവം, കുഞ്ഞിന്റെ പ്രായമുണ്ട് അവളുടെ രക്തസ്രാവത്തിന്. ഹല്ലേലൂയ. ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പൊയ്ക്കൊണ്ടേയിരിക്കുക. ആ ബ്ലഡ് നമുക്കറിയാം ജീവനെ കാണിക്കുന്നു. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോയിക്കൊണ്ടിരുന്നാൽ ആ ബ്ലഡ് ഹല്ലേലൂയ പോയി അവൻ മരിക്കും. എനിക്ക് ഭയങ്കര അതിശയമാണ് 12 വർഷമായിട്ട് ഇവർക്ക് രക്തസ്രാവം ഉണ്ടായിരുന്നിട്ട് ഇവള് മരിച്ചില്ല എന്നുള്ളത്. കാരണം എന്താണെന്നറിയോ? ഇവളെ കർത്താവ് കണ്ടേക്കുന്ന വ്യക്തിയായിരുന്നു.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാം, വർഷങ്ങളായ സിസ്റ്റർ ആ വിഷയം ഇങ്ങനെ നിൽക്കുകയാണ്, അതിങ്ങനെ പലപ്പോഴും എന്നെ കൊണ്ടുപോകാൻ എന്താ പറയാ, മരണത്തിലേക്ക് ഇടാൻ നോക്കി, അല്ലെ എല്ലാവരും മരിച്ചു പോകേണ്ട അവസ്ഥ. പക്ഷെ മരിച്ചു പോകത്തില്ല, അവസ്ഥ വരുള്ളൂ. കാരണം എന്താ, നിന്റെ ജീവൻ യേശുവിന് വിലപ്പെട്ടതാണെങ്കിൽ, യേശു നിന്നെ കണ്ടതാണെങ്കിൽ, പിശാച് പലപ്പോഴും നിന്നെ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും. പല രോഗങ്ങൾ കൊണ്ടുതരും. ആർക്കും വന്നാൽ, ഒരു ആരാലും സൗഖ്യമാകാത്ത രോഗമൊക്കെ നിനക്ക് വരും. പക്ഷേ നീ സൗഖ്യമാകും, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയും ചെയ്യും. കാരണം കർത്താവ് നിന്നെ കണ്ടതാണെങ്കിൽ പലപ്പോഴും പിശാചിനെ ഭീഷണിപ്പെടുത്താനും ശരീരത്തോട് പോരാടാനും പറ്റിയേക്കും. പക്ഷെ ആ ശരീരത്തിന്മേലുള്ള അവകാശം, ആ ജീവന്റെ മേലുള്ള അവകാശം എന്റെ കർത്താവിനാണെങ്കിൽ അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്കൊക്കെ ഒരാഴ്ച ഒന്നും ബ്ലീഡിങ് നിർത്താതെ വന്നു കഴിഞ്ഞാല് പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ക്ഷീണമാണ്. ഇത് ആലോചിച്ച്, ഒരു ദിവസം, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 12 വർഷം അവരെങ്ങനെ എഴുന്നേറ്റ് നടന്നു എന്നുള്ളത് അതിശയം. അവരെന്തായാലും നടന്നല്ലോ യേശുവിന്റെ അടുത്തേക്ക് വന്നത്. ആരും കരം പിടിച്ചു കൊണ്ടുവരത്തില്ല. കാരണം അതും വളരെ, ഞാൻ നേരത്തെ പ്രാവശ്യം പറഞ്ഞപ്പോ പറഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് ആരും കാണാതെ, ആരുടെ കണ്ണിപ്പെടാതെ നമ്മൾ വരാനായിട്ട്. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സ്ത്രീകൾ ജനത്തിന്റെ ഇടയിൽ കയറാൻ പാടില്ല, മറ്റുള്ളവർ തൊടാൻ പാടില്ല. തൊട്ട് അവർ അശുദ്ധരല്ലേ. ലേവ്യ പുസ്തകത്തിൽ എഴുതിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം അങ്ങനെ അത് നോക്കി ചിന്തിച്ച. അപ്പം അത്രത്തോളം ഐത്തം കൽപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടരാണിത്. ഹാലേലുയ. അവർക്ക് പബ്ലിക്കലി ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോകാൻ പറ്റത്തില്ല, ഒരാളെ തൊടാൻ പറ്റത്തില്ല. അങ്ങനെ അത്രയും റെസ്ട്രിക്ഷൻസ് ഉള്ള സമയത്ത് ഈ സ്ത്രീ ഹാലേലുയ ഈ പുരുഷാരത്തിന്റെ എല്ലാം ഇടയിൽ കൂടെ കയറിയും യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടത്. അപ്പൊ അവരുടെ ആവശ്യ ബോധം എത്രത്തോളം വലുതാന്നുള്ളത്. കാരണം പലപ്പോഴും നമ്മളൊക്കെ എന്താ ഇങ്ങനെ യേശുവിനെ അറിഞ്ഞിട്ടും ചില വിഷയങ്ങൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചില ഭാരങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തീഷ്ണത ഇല്ലാത്തതിന്റെ കാര്യം എന്താ, നമ്മുടെ ആവശ്യബോധം അത്രയേ ഉള്ളൂ. അവളുടെ ആവശ്യബോധം അവള് ഒരു കാര്യം അവൾ ഉറപ്പിച്ച് എന്താണ്, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങല്ലെങ്കിൽ ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാക്കുമെന്ന് അവൾ വിശ്വസിച്ച്, ആ വിശ്വസിച്ചതിന്റെ ഒരു പ്രവൃത്തി അവളുടെ വെളിപ്പെട്ട് അവൾ ആ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അത് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി അവരുടെ ഉള്ളിലൊരു തീഷ്ണത ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഇല്ലാത്തത് തന്നെ. നമ്മളൊക്കെ വചനമൊക്കെ കേൾക്കുമ്പോൾ, ദൂതൊക്കെ കേൾക്കും, ആമേൻ പറയും, സ്തോത്രം പറയും, ഹല്ലേലൂയ പറയൊക്കെ ഇരിക്കും. പക്ഷേ ഇതെനിക്ക് പ്രാപിച്ചെടുത്തേ പറ്റും, ഞാൻ ഇതെങ്ങനെയും പ്രാപിക്കും, ഇത് ഞാൻ എങ്ങനെയും ഇതെനിക്ക് ചെയ്തെടുക്കണം എന്നൊരു തീഷ്ണത നമ്മുടെ ഉള്ളിലില്ല. ഈ ഒരു കത്തൽ നമ്മുടെ ഉള്ളിൽ വരട്ടെ. ഹല്ലേലൂയ. അവളുടെ പ്രതികൂലം എത്ര വലുതായിരുന്നു ഞാൻ മെസ്സേജിൽ ഞാൻ പറഞ്ഞതാ. ആ പ്രതികൂലമൊക്കെ അവളുടെ മുമ്പിൽ ആ പ്രതികൂലം ഒന്നും അവൾ കണ്ടതേയില്ല. ഇവിടെ യായിറോസിനെ അടുത്താണ് നമുക്കറിയാം. യായിറോസിന് മുമ്പിൽ ഇനി വരാൻ പോകുന്ന പ്രതികൂലം പോലും യായിറോസ് കണ്ടു. യായിറോസ് ചിലപ്പോൾ യേശുവിന്റെ കാൽക്ക് വന്ന് വീണപ്പോൾ ജനം മൊത്തം അതിശയിച്ച് കാണും. കാരണം ഈ മനുഷ്യ പള്ളിപ്രമ ഇത്രയും നാൾ യേശുവിനെ മാർഗം പറയുന്നവരെയൊക്കെ എതിർത്തുകൊണ്ടല്ലേ, യേശുവിന്റെ കൂടെ നടക്കുന്നവരെയൊക്കെ എതിർത്ത് പള്ളി ഭ്രഷ്ടാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യരല്ലേ ഇവിടെ വന്ന് വീണ് കിടക്കുന്നു. അതുപോലെ രക്തസ്രവക്കാരിയാണെങ്കിൽ അവള് അവൾക്കറിയാം, ആരെങ്കിലും എന്നെ പിടിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ആട്ടി ഓട്ടിക്കും. ഇതിന്റെ ഇടയിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല. യേശുവിന് അവൾക്കൊരു 100 റെസ്ട്രിക്ഷൻസ് പറയാനുണ്ടായിരുന്നു, 100 തടസ്സം അവളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അവൾ പറയാനുണ്ട്, അയ്യോ ഞാൻ എങ്ങനെ പോകാനാ, എനിക്ക് എങ്ങനെ പോയി തൊടാൻ പറ്റും, ഇനി പോയാൽ തന്നെ അതിനുള്ളിലേക്ക് എങ്ങനെ കയറി, യേശുവിന്റെ ചുറ്റും ആൾക്കാരല്ലേ, അതിന്റെ ഇടയിലൂടെ ഒക്കെ ഞാൻ ഞൂന്നിയെന്ന് എങ്ങനെ യേശുവിനെ തൊടാൻ പറ്റുക, ഇതെന്തായാലും ഒരിക്കലും പറ്റത്തില്ല സിസ്റ്റർ എന്ന് പറയായിരുന്നു. അല്ലേ? നമ്മളൊക്കെ പറയുന്ന കണക്ക് എങ്ങനെ പോകാനാ സിസ്റ്ററെ, ഈ വീട്ടിൽ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് നമ്മളിങ്ങനെ പറയുന്ന ഇതിനെക്കാട്ടും ഒത്തിരി പ്രതികൂലം അവളുടെ മുമ്പ് യഥാർത്ഥമായിട്ട് പ്രതികൂലം ഉണ്ടായിരുന്നു. പക്ഷെ അവൾ അതിനെല്ലാം ഓവർകം ചെയ്തു. ഹല്ലേലൂയ. എത്ര പേര് ഇതുപോലെ വിഷയങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ ഈ വിഷയങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവന്റെ അടുക്കിലേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ട് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ യഥാർത്ഥമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ മുൻപിൽ ഉണ്ടായിരുന്നിട്ടും ആ തടസ്സങ്ങളെ വകവെക്കാതെ അവൾ അവിടേക്ക് എത്തി. യേശുവിന്റെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ട് അവൾ സൗഖ്യമായി. ഒന്നുമല്ല, യായിറോസ് കൂടെ നിൽക്കുക, കൊച്ചു മരിക്കാറായി കിടക്കുക. യേശുവിനെ വിളിച്ചങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പം അവിടെ നിന്നപ്പോ യേശു അപ്പോഴത്തേന് ആരോണ്ട് എന്നെ തൊട്ടല്ലോ, ആരാൾ എന്നെ തൊട്ടു എങ്കിൽ ശക്തി പുറപ്പെട്ടു ഞാൻ അറിഞ്ഞു എന്ന് പറയും. ഇത് ആരാ തൊട്ടത്? അപ്പോഴത്തെ ശിഷ്യന്മാര് ഇത്രയും ആൾക്കാരെ തിങ്ങി ഞെരുക്കി നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നീ എന്താ ഒരാൾ തൊട്ടോ എന്ന് പറഞ്ഞപ്പോ അല്ലല്ല, ഒരാൾ എന്നെ തൊട്ടു. അപ്പോഴത്തേന് സ്ത്രീ മറിഞ്ഞിരിക്കാൻ പാടില്ല, ഫ്രണ്ടിലേക്ക് വരുന്നു, സ്ത്രീയെ കൊണ്ട് സാക്ഷ്യം പറയിക്കുന്നു. എന്നിട്ട് വിശ്വാസ മകളെ നിന്റെ ഇതൊക്കെ ആകുമ്പോ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക.
അല്ലെ യായിറോസിന് അവിടെ ഭയങ്കര വെപ്രാളമായിരിക്കല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാല് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ വേണ്ടി കുഞ്ഞ് അത്യാസന്ന നിലയിൽ കിടക്കുക. ഞാൻ വിളിച്ചോണ്ട് പോയപ്പോഴാണ് ഇടയ്ക്ക് ഹല്ലേലൂയ ആമേൻ ആ ഒരു ഡിസ്റ്റർബൻസ് ആണെന്ന് പറയാം. ഹാലയിലെ കാരണം ഇത്രയും സമയം എടുക്കുന്നതാണ്. ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ നമ്മുടെ ഉള്ളിൽ ചില സമയത്ത്? ഹാലെ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ മറ്റൊരു കാര്യം വന്ന് കയറി നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാകാറുണ്ട് ഹാലില്. അതുപോലെ തന്നെ ഈ ഐറോസിന്റെ സ്ഥിതി അത് തന്നെ ആയിരിക്കും. അതിനകത്ത് അപ്പുറം വ്യത്യാസമൊന്നുമില്ല. ഏതൊരു മനുഷ്യൻ തന്നെയല്ലേ എന്താണെങ്കിൽ അല്ലേ. ഹാലിലിയ അദ്ദേഹം ഇങ്ങനെ അപ്പം യേശുവിന് ഇതറിയത്തില്ലേ? ആ കുഞ്ഞവിടെ സുഖമില്ലാതെ കിടക്കുക, ഞാൻ പോകുന്ന വഴിയാ. അപ്പൊ ഞാൻ സ്ത്രീ തൊട്ട് സൗഖ്യമാക്കി പൊക്കോട്ടെ. അതിനുവെച്ച് പബ്ലിക്കലി വിളിച്ചത് അവളെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എല്ലാരെയും കേട്ട് ഹാലേലി സാക്ഷിയൊക്കെ പറയിപ്പിച്ച് ഹാലേലി ആമ അവിടെ വേണമെങ്കിൽ വലിയ സഭായോഗം നടക്കുന്ന പോലെ ഹാലേലി ആമ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സഭയൊക്കെ എടുത്തു പോകുമ്പോൾ അവിടെ ഒരാൾ എന്നെ വിളിച്ചോണ്ടാൻ വന്ന ആൾ വഴി നിൽക്കുക. അത് മറന്നുപോയോ? കർത്താവ് അങ്ങനെ മറന്നു പോവോ? ഹാലേലിയ നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട് ഹാലേ നമ്മുടെയൊക്കെ ചില വിഷയങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ദൈവം അതൊക്കെ കേട്ട് അല്ലെങ്കിൽ നമ്മളോട് മറുപടിയൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പോകുന്ന വഴിക്ക് ഹാലേലിയ വേറെ കുറെ കാര്യങ്ങളൊക്കെ മുമ്പിലേക്ക് വരുമ്പം മറ്റേ കാര്യങ്ങൾ സൈഡിലേക്ക് മാറ്റി വെക്കുന്ന കാണാറുണ്ടല്ലേ. അപ്പൊ നമ്മുടെ ചിന്ത മൊത്തം കർത്താവെ ആ വിഷയം ഇപ്പോഴും ഇരിക്കുക, അതിന് ഇതുവരെ മറുപടി വന്നിട്ടില്ല, അതിന് ഇതുവരെ സൗഖ്യം വന്നിട്ടില്ല, അത് രോഗം സുഖമില്ലാതെ കിടക്കുക. ഹാലേലിയ ആമേ കർത്താവ് നീ എന്താ വരാ അത് ആ വിഷയം എന്താ കൈകാര്യം ചെയ്യാത്ത നമ്മൾ പലപ്പോഴും ചോദിക്കല്ലേ. നമ്മുടെ ചില വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു വിഷയം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വന്ന് ചിലപ്പോൾ ആ വിഷയമായിരിക്കും നമ്മൾ ദൈവത്തിന്റെ വിശ്വാസത്തേക്ക് വരാൻ തന്നെ കാരണമായ വിഷയം. പക്ഷെ ആ വിഷയം ഇതുവരെ അനങ്ങിയിട്ടേ ഇല്ല. അതിനിടയ്ക്ക് വേറെ പലതും വന്ന് സൗഖ്യമാകുന്നുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ മറ്റേ വിഷയം എന്താ അവിടെ ഇരിക്കുക. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലിൽ അപ്പോഴാണ് അവർ സമാധാനം എന്നിട്ട് അവളോട് പറയും, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ നിന്റെ സമാധാനത്തിന് പോക എന്നൊക്കെ പറഞ്ഞു ഹാലിലി. എന്നിട്ട് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ അവിടെ സഭായോഗം പോലെ ഹാലൊരു മീറ്റിംഗ് ഒക്കെ നടന്നു, ഡെലിവറൻസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാന്ന് വെച്ചു. ആ സമയത്ത് പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു. അല്ലെ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോയത് ഒരു വലിയൊരു സബ്ജക്റ്റും കൊണ്ടാണ് പോയത്. ആ സബ്ജക്റ്റ് അവിടെ സൈഡിൽ ഇരിക്കുകയാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹാലേലിയ. അപ്പൊ അതാ വന്നു പറയാ, ഇനി ആ സബ്ജക്റ്റ് നോക്കേണ്ട കാര്യമില്ല, അത് മരിച്ചുപോയി. ഹാലേലിയ നമ്മുടെയൊക്കെ ചിന്ത ഇത് തന്നെയാണ്. അതായത് ഇനി അതിന് വിടുതലുണ്ടോ, ഇനി അതിന് രക്ഷ വരുമോ, ഇനി ആ സംഭവം നടക്കുമോ? ഹാലേന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലത് മരിച്ചു പോയതുപോലെ ഇരിക്കുക. എന്റെ പൊന്നു സിസ്റ്റർ, ഇതൊക്കെ ഇനി പിടിവെക്കണമെങ്കിൽ ഇനി ഈ മനുഷ്യനൊക്കെ ഒന്ന് വരണമെങ്കിൽ വല്ല അത്ഭുതമൊക്കെ നടക്കണം. ഇതായിട്ട് നമ്മുടെ ചിന്ത അല്ലേ. കാരണം വെച്ചാ ഒരനക്കവും ഇല്ല, ഒരു ചലനവും ഇല്ല. എന്തെല്ലാം പറഞ്ഞിട്ടും ഇപ്പൊ നമ്മൾ പലപ്പോഴും വിചാരിച്ചോ ഇപ്പൊ വരും, ഇപ്പൊ ശരിയാകും, എന്തൊക്കെ ഒരു ചെറിയൊരു വെളിച്ചമൊക്കെ കാണുന്ന പോലെ പിറ്റേ ദിവസം ഉള്ളതെല്ലാം കൂടെ പോയിട്ട് മൊത്തം കുരുട്ടിലേക്ക് പോകുന്ന എനിക്ക് തോന്നും. അല്ലെങ്കിൽ സാറാബസ് ശരിക്കും സാറാബസ് ജീവിതത്തിൽ അനുഭവം പറയുന്നത്. ഇപ്പൊ അങ്കിളിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ ഒരു പ്രതീക്ഷയൊക്കെ ഇങ്ങനെ വരും. 2 ദിവസം കഴിയുമ്പോൾ ആ പ്രതീക്ഷയെങ്ങും ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ അസ്ഥാനത്തായതുപോലെ തോന്നും. അപ്പൊ ദൈവമേ ഇനി ഇത് എന്ത് സംഭവിച്ചിട്ടായിരിക്കും വരാൻ പറഞ്ഞു, നടക്കുവോ ഇത്? പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ തോന്നല്ലോ, നടക്കുവോ അല്ലെങ്കിൽ കോശങ്ങളിലൊക്കെ ഇനിയെങ്കിലും എപ്പോഴെങ്കിലും വരുവോ രക്ഷയിലേക്ക് എന്ന് തോന്നിപ്പോവും ചില സമയത്ത്. പലപ്പോഴും നമുക്ക് തോന്നും നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരെ വ്യക്തികളൊക്കെ എടുത്തു കഴിഞ്ഞ് ചില വിഷയങ്ങൾ എടുക്കുമ്പോഴത്തേന് ഹാലേലിയ അവർ വരുന്നില്ല എന്ന് മാത്രമല്ല, ഭൂതങ്ങളുടെ പിന്നാലെ പോകുന്നത് കാണുമ്പോൾ ഒന്നുകൂടെ സങ്കടം വരും. ഹാലേലൂയ. കാരണം എന്റെ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഹാലേലിയ അവിടെ ഇവിടെ എല്ലാം എന്ന് വെച്ചാൽ നമ്മളെ എങ്ങനെ പ്രകോപിപ്പിക്കാവുന്ന തൂക്കിക്കൊണ്ട് ഹാലേലിയ അവര് മറ്റേ അങ്ങനെയുള്ള ഹാലേലിയ ആചാരങ്ങളുടെ ഒക്കെ പിന്നാലെ പോത കിടമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചൂടും. ഇപ്പൊ ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സിലൊരു ഉറപ്പുണ്ട്, എവിടെ പോയാലും എങ്ങനെ പോയാലും എന്റെ കർത്താവ് കണ്ടിട്ടുള്ളതാണെങ്കിൽ കർത്താവ് പിടിച്ച് ഓടിച്ചു കൂടും. അപ്പൊ ഞാൻ പണ്ട് ഒരു ദൈവദാസം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയായ രീതിയിൽ നേരാവഴിയിലേക്ക് വരണ വലിയ കുഴപ്പമൊന്നുമില്ല, പരിക്കളൊന്നുമില്ല, അതിങ്ങ് വരാം. ഇല്ലെങ്കിൽ കർത്താവ് പിടിക്കും, ഒരു 1.5 പിടുത്തം പിടിക്കും, എപ്പോ അവിടെ കിടന്ന് അയ്യം വിളിക്കും കേട്ടോ എന്ന് പറഞ്ഞു. ഹാലേലൂയ. യോന മത്സ്യത്തിനുള്ളിൽ കിടന്ന് അയ്യം വിളിച്ചതുപോലെ ചില അയ്യം വിളിയൊക്കെ ഉണ്ട്, അതിന് ശേഷം എത്തത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് മര്യാദക്കൊക്കെ വന്ന് ഹാലേലി ഇല്ലെങ്കിൽ പിടുത്തം ഇത്തിരി കട്ടിയായിരിക്കും ആ പിടുത്ത ഹാല. എന്ന് വെച്ചാൽ കർത്താവ് കണ്ടാലും ഒന്നും പിശാചിന്റെ വായിലേക്ക് വന്ന് അനുവദിക്കത്തില്ലെന്നേ. ഹാലേലൂയ. കർത്താവ് അത് കൊണ്ടുവരിക തന്നെ. ചിലപ്പം ഹാലെ പറയാ ഇതിന്റെ വായിലോട്ട് ചെന്നതിന് ശേഷം വലിച്ചെടുക്കുന്നത്, ഈ വായിലോട്ടൊരു പകുതി ഒരു ശകലേ കയറിയിട്ടുള്ളൂ, ഇങ്ങനെ അവിടെ തല എത്തിച്ചു നോക്കിയതുള്ളൂ. ഇത് കഴുത്തായി, ഉടലായി,
കാല് മാത്രം ഇനി കുറച്ച് പാദം മാത്രമേ പുറത്തുള്ളെങ്കിൽ അവിടുന്ന് പിടിച്ച് വലിച്ചെടുക്കുമ്പോ വെച്ച് പ്രയാസമാണ്. ആമേ ആ വലിച്ചെടുക്കലില് അവർക്ക് ചില പരിക്കുകളൊക്കെ പറ്റും. ഹല്ലേലൂയ. അപ്പൊ അത് ഉണ്ടാകാതിരിക്കണേ. മര്യാദക്ക് നേരത്തെ വന്ന വലിയ കുഴപ്പമൊന്നും വരത്തില്ല. ഹല്ലേലൂയ. ആരെങ്കിലും വരാനായിട്ട് മടിച്ചു നിൽക്കുന്നതിന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇങ്ങ് പോന്നേക്കുക. ഹല്ലേലൂയ. കാണാം. കുറച്ച് കഴിഞ്ഞാൽ ചില പരിക്കുകളും കൂടെ കാണും, ചില അടയാളങ്ങളൊക്കെ കാണും തിരിച്ചു വരുമ്പോഴത്തേന്, ഇങ്ങോട്ട് വരുമ്പോഴത്തേന്. ആമേൻ, സ്തോത്രം. ഇവിടെ പറയുന്ന അമ്മ മരിച്ചുപോയി, മകൾ മരിച്ചുപോയി. എന്ന് വെച്ചാ അവിടെ ഇനി പ്രതീക്ഷയൊന്നും വേണ്ട. അവൾ മരിച്ചു. ഇനി ഒരു അസഖ്യപ്പെടുത്തണം. ഇവിടുന്ന് അവിടം വരെ ഇങ്ങോട്ട് അമ്മ യേശുക്കർത്ത ഒറ്റയ്ക്കാണോ പോന്നെ? 12 ശിഷ്യന്മാര് കൂടെ ഉണ്ട്, പുരുഷാരം കൂടെ ഉണ്ട്. കാരണം ഇനിയിപ്പോ അവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന് നോക്കിക്കൊണ്ടായോ ഇത് ഇങ്ങനെ വിടാതെ. അപ്പൊ അതുകൊണ്ട് പറയാം, ഇനി ഇതിനെല്ലാം കൂടെ ആനയിച്ച് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എന്തായാലും മകളോ പോയി, ഇനിയുള്ള ആ സ്ഥാനമാനങ്ങളുടെ കളയണ്ട, പൊസിഷൻസിലൂടെ കളയണ്ട. നാട്ടുകാരെ മൊത്തം അറിയിക്കണ്ട, ഈ മനുഷ്യനെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് പറയണ്ട എന്നുള്ളൊരു അർത്ഥത്തിലാ വന്നേ. ഇനി അസഖ്യപ്പെടുത്തണ്ട, നമുക്ക് മകൾ മരിച്ചുപോയി. പക്ഷെ അപ്പൊ അവിടെ യേശു പറഞ്ഞത്, യേശു അത് കേട്ടാറ്. ഹല്ലേലൂയ. കാരണം യേശു അത് കേട്ടാറെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. കാരണം എന്താണെന്നറിയാ, യായിറോസ് ഒന്ന് വിളിച്ചപ്പം അവളെ രക്ഷപ്പെടില്ല എന്നുണ്ട്, അത് യേശു വരുത്തില്ലായിരുന്നു. കൂടപ്പൻ തയ്യാറാകത്ത്. യേശു ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി തിരിച്ച, യേശു ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ യേശു അത് പൂർത്തീകരിക്കും. എന്റെ കർത്താവിനെ കുറിച്ച് പറയുന്ന വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനായ യേശു, പകുതി വഴി ഇട്ടിട്ട് പോകുന്ന യേശു അല്ല. നമ്മുടെ ഒരു വിഷയം നമ്മൾ കർത്താവിന്റെ കയ്യിലേക്കാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ വിചാരിക്കും കർത്താവ് ഇത് അങ്ങ് എത്തുമെന്ന് തോന്നും. പക്ഷേ എത്തിക്കുക തന്നെ ചെയ്യും. കാരണം എന്റെ യേശു പകുതിക്ക് ഇട്ടിട്ട് പോകത്തില്ല. ലോകംകാരി പലരും നമ്മൾ എത്രത്തോളം കരുതാമെന്ന് പറഞ്ഞവരും എത്രത്തോളം നോക്കുമെന്നും അവസാനത്തോളം നമ്മുടെ കൂടെ നിൽക്കുമെന്നും പറഞ്ഞ് പലരും നമ്മളെ വഴിയിലിട്ടിട്ട് പോകും. പക്ഷേ എന്റെ കർത്താവ് ഒരുവന്റെ കരം പിടിച്ചു കഴിഞ്ഞാൽ ആ കരത്തെ വിട്ട് പകുതിക്കിട്ട് പോകത്തില്ല. അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറത്തില്ല. അവിടുന്ന് പുറപ്പെടുമ്പോൾ യായിറോസ് വിളിച്ചപ്പോൾ യേശു അവിടുന്ന് പുറപ്പെട്ടെങ്കിൽ യായിറോസിന്റെ മകളുടെ ജീവൻ മരിച്ചുപോയെന്ന് പറയും പിശാച്. അതിന്മേൽ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ മരണം കാണിച്ചിട്ട് പിന്തിരിപ്പിക്കാൻ പോലും മരണത്തിന്മേൽ അധികാരമുള്ളവനാണ് കർത്താവ് യേശു ക്രിസ്തു. അതുകൊണ്ട് മരണത്തിൽ നിന്ന് പോലും വിടുവിക്കാൻ കഴിയുന്ന യേശു വിടുവിക്കാൻ കഴിയുന്ന ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാം. എന്തിൽ വിശ്വസിക്കണേ? യേശു കർത്താവിൽ വിശ്വസിച്ചാൽ മതി. അപ്പം അപ്പൊ നമ്മുടെ ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു മരണഭയത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥകൾ ഇപ്പോൾ കൂരിരുള്ള താഴെ കൂടെ നമ്മൾ പോകുന്നതെങ്കിൽ ഒരു അനർത്ഥവും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം പോകുമ്പോൾ എന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നത് എന്റെ കർത്താവ്. യേശു ദൈവം അങ്ങനെയല്ലേ പറഞ്ഞേ, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പൊ നമ്മളോട് ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തവൻ നമ്മുടെ കരം പിടിച്ചിട്ടുള്ള നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മരണം മുൻപിൽ കണ്ടാൽ പോലും അതിൽ ഭയപ്പെടുന്നുള്ള ഇവിടെ ദേവദാസൻ പ്രസംഗിച്ച സമയത്ത് മരണത്തെക്കുറിച്ച് ആ മരണത്തിന്റെ വെളിപ്പാട് പുസ്തകം 7 ഭാഗ്യാവസ്ഥകൾ പ്രസംഗിച്ചപ്പോൾ മരണം ഒരു അവസാനമല്ല. അത് റെസ്റ്റ് ആണ്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ആരും മരണത്തെ ഭയപ്പെടാൻ പാടില്ല. ഞാനന്നേരം ഓർത്ത് വിജയപാസ് തന്നെ ഒരു കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞില്ലേ, ആന്റി ഭയങ്കര ശക്തമായ ജീവനോട് ശക്തമായ വെല്ലുവിളിയുണ്ട് ആന്റി, പ്രാർത്ഥന. അപ്പൊ ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഹാലലിയ. അപ്പൊ അത് എനിക്ക് വിഷയമല്ല, കാരണം മരിച്ചു കഴിഞ്ഞാൽ അത് വെല്ലുവിളിക്കുന്നത് ജീവനോടല്ലേ, അപ്പൊ മരിക്കുമെന്നല്ലേ. മരിച്ച അത്രയും വേഗത്തിൽ ഇങ്ങനെ കർത്താവിനെ കാണാമല്ലോ എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹമുള്ളൂ. ഹാലയില്ല. അതുകൊണ്ട് മരണം കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ പിശാച് നോക്കണ്ട എന്ന് പറഞ്ഞ് അത് ഇന്നലെ ഞാൻ ആ വചനം പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ഞാനത് ഓർത്ത് അന്ന് ഞാനിങ്ങനെ പറയുമ്പോ പാസ്റ്ററിനെ വഴക്കുറയും ചെയ്ത്, ഇങ്ങനെയാണോ ആലോചന ആന്റി പറയുന്നതെന്ന് ചോദിച്ചു. കാരണം മരണം എന്ന് കേൾക്കും പേടിപ്പിക്കാൻ പറ്റും. ആർക്കാന്ന്? മരണത്തെ കുറിച്ച് പ്രത്യാശയില്ല. പൗലോസിനോട് ചോദിച്ചാൽ പൗലോസ് പറയാ, ഞാൻ മരിക്കാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുക ഒരു കാരണം. അതുകൊണ്ടാ മരണമേ നിന്റെ ജയമയുടെ, മരണമേ നിന്റെ വിഷമുള്ളവിടെ വെച്ചിട്ട്. കാരണം മരണത്തെ ഭയമില്ലാത്തവരായിരുന്ന വിശ്വാസികൾ. കാരണം മരണത്തെ ഭയമില്ലെങ്കിൽ അവന് മറ്റൊന്നും കാണിച്ച് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവന് പറ്റത്തില്ല. കാരണം മരിക്കുന്നത് എനിക്ക് ലാഭമാണ്. കാരണം നമ്മൾ ഈ ഭൂമിയെ ജീവിച്ചിപ്പം ഈ ഓരോ ദിവസവും സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് എന്താ? കർത്താവിന്റെ കൂടെ എങ്ങനെ വല്ലവിധേരെ അവിടെ എത്തണം, ഇതാണ് നമ്മുടെ ആഗ്രഹം. ഇതിപ്പോ ഒരു ദിവസം മുമ്പേ നടക്കുകയും സ്ട്രഗിളിങ് അത്രയും കുറവല്ല, അങ്ങ് എത്തുമല്ലോ.
ഹല്ലേലൂയ. അപ്പൊ പിന്നെന്താ ജീവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാ കർത്താവ് ഏൽപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് പൂർത്തിയാക്കി അങ്ങോട്ട് ചെല്ലണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാ ജീവിച്ചിരിക്കുന്നത്. അല്ലാതെ ഹാലേലിയ ഈ ലോകത്തിന് ഒന്നും നമ്മള് വിട്ടുപോകാനായിട്ട് പണ്ടൊക്കെ നേരത്തെ ഇങ്ങനെ കുഞ്ഞിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പിന്നെ കർത്താവിന് അറിയത്തില്ലേ നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അവള് നമ്മുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അവളെ കുറിച്ച് നമ്മള് പുറത്തു വന്ന കുഞ്ഞിനെ കണ്ടതെങ്കിൽ കർത്താവ് ലോകസ്ഥാനത്ത് ഇപ്പൊ അവരെ കണ്ടതാ. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്റെ ദൈവം ഒരുക്കിയെടുത്തേക്ക് തന്നെ അവരെത്തുകയും ചെയ്യും. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ഭയപ്പെടുകയോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത്. കാരണം വെച്ചാൽ ഇന്ന് പിശാച് നമ്മുടെ മുമ്പ് പല രോഗം കൊണ്ടുവന്നിട്ട് അവൻ മരണഭീതിയെ കൊണ്ടുവരും പറഞ്ഞു പോയി പണി നോക്ക് പിശാചെ, നീ മരണത്തെ കാണിച്ച് പേടിപ്പിക്കാൻ പറ്റുമായിരിക്കും മറ്റു പലരും, പക്ഷെ എന്നെ പറ്റത്തില്ല. എന്നോട് കാരണം എനിക്ക് മരിക്കുന്ന ലാഭം. എനിക്ക് മരിക്കുന്ന ലാഭമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇതിൽ പറയാം, എനിക്ക് മരിക്കുന്ന ലാഭമാണ്. കാരണം എന്റെ കർത്താവിനോട് കൂടി ചേരുവാൻ തക്കണം, എന്റെ കർത്താവിനെ ഒന്ന് കണ്ണാൽ കാണുവാൻ തക്കണം. നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. നമ്മളിവിടെ ഉറങ്ങുന്ന നമ്മൾ അവിടെ ഉണരും. അല്ലാതെ എന്നേക്കും നമ്മുടെ അവസാനം നല്ല മരണം. ഇത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ലൂയ അപ്പോഴാണ് നമുക്ക് നമ്മളെ അവൻ തോൽപ്പിക്കാൻ പറ്റാത്തതായി വരുന്നത്. ഇവിടെ പറയുന്ന വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാലും രക്ഷപ്പെടും എന്ന് അവരോട് പറഞ്ഞു. ഇത് കഴിഞ്ഞ നമ്മൾ കാണുന്ന യായിറോസിന്റെ മകൻ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ മരിച്ച് ആരവാരവും കരച്ചിലൊക്കെ നടക്കുമ്പോഴോ യേശു കർത്താവ് പറയുന്നു, കരയേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത്രയെന്ന് അവൻ പറഞ്ഞു. അവൾ മരിച്ചുപോയെന്ന് അറിയുകൊണ്ട് അവനെ പരിഹസിച്ചു. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ പറയും, പലരും നമ്മളെ പരിഹസിക്കുമായിരിക്കും. അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ പറയുകയാണ്, ആ വിഷയം മരിച്ചിട്ടില്ല, ആ വിഷയം മരിച്ചിട്ടില്ല, അത് ഉറങ്ങുകയത്രേ. എനിക്കത് ഉണർത്താൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ കൂടെ നിൽക്കുന്ന ആരും അത് വിശ്വസിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സ് നമ്മളോട് വിശ്വസിക്കാൻ ഇടയാക്കിയില്ലെങ്കിൽ നമ്മൾ അത് തന്നെ വിശ്വസിക്കണം, നമ്മൾ അത് തന്നെ പറയണം. ചില മരിച്ചിരിക്കുന്ന വിഷയങ്ങൾ നോക്കിയിട്ട് മരണകരമായി കിടക്കുന്ന ചില അവസ്ഥകൾ നോക്കിയിട്ട് പറയണം, ഭയമില്ല. കർത്താവ് എനിക്ക് ഭയമില്ല, ഇത് ഉറങ്ങുകയാണ്, ഇത് ജീവൻ വെക്കുമെന്ന്. ഇതുപോലെ കർത്താവ് നമ്മൾ കാണുന്നു. പിന്നീട് കർത്താവ് യേശുക്രിസ്തു അടച്ചെന്നു ബാലയുടെ കൈക്ക് പിടിച്ച് ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ബാല എഴുന്നേറ്റു. അപ്പൊ യായിറോസ് വന്ന് മുട്ട മടക്കിയപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് വീണപ്പോൾ അപേക്ഷിച്ചപ്പോൾ ആ അപേക്ഷ തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഒരു ഗുണമുണ്ട് കേട്ടോ, നമ്മൾ മനുഷ്യർക്കില്ലാത്തൊരു ഗുണമാണ്. ഏത് കർത്താവിന് വിരോധിയായിട്ട് നിൽക്കുന്ന മനുഷ്യനാണെങ്കിലും എത്ര ശത്രുവായനാണേലും വന്നിട്ട് കർത്താവെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മുട്ട മടക്കി കഴിഞ്ഞ കർത്താവ് നീ പണ്ട് അങ്ങനെ ചെയ്തില്ല, നീ ഇങ്ങനെ ചെയ്തില്ല, നീ അതായിരുന്നില്ല, നീ ഇതായിരുന്നു ചോദിക്കത്തില്ല. മനുഷ്യൻ ചോദിക്കും. അപ്പം നമ്മുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് സിസ്റ്ററെ ഒന്ന് അതാ നമ്മളാണ് പറയും, പണ്ട് അങ്ങനെ നടന്നില്ലേ, പണ്ട് ഇങ്ങനെ നടന്നില്ലേ, പണ്ട് അതല്ല ഞാൻ പറഞ്ഞപ്പോ കേട്ടില്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയും. പക്ഷെ ദൈവം അത് പറയത്തില്ല, യേശു കർത്താവ് അത് പറയത്തില്ല. കാരണം യേശു കർത്താവിന് മുമ്പിൽ ആര് വന്നു മുട്ട് മടക്കിയാലും കർത്താവിന്റെ മനസ്സലിയും. കാരണം കർത്താവ് അപ്പൊ കൂടെ തന്നെ ഇറങ്ങിച്ചില്ല ചെയ്യുന്ന നമ്മളൊക്കെ ആണെങ്കിൽ ഇത്രയും ഇങ്ങനെ നിൽക്കുന്ന ആൾക്ക് BJP-കാരൊക്കെ നമുക്കിപ്പോ പറയുക RSS BJP ആണല്ലോ ക്രിസ്ത്യാനിയെ ഉപദ്രവിക്കുന്നത്. അവരൊരാൾ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൂടും കൊടുക്കരുത്, ഉടനെ ഞങ്ങൾ കൂടും. നമ്മള് കുറച്ച് വിലക്ക് ആലോചിച്ച് വിലക്ക് പിടിച്ചതാക്കി. പക്ഷേ കർത്താവ് അങ്ങനെ കർത്താവേ റെഡി പോവാ. ഇതുപോലെ കാരണം പലപ്പോഴും നമ്മൾ അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മളുടെ ഒരു കടന്നു എന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അവരുടെ വിടുതൽ നടക്കുന്ന വിടുതൽ നടക്കുമ്പോൾ അവര് കർത്താവിനെ അറിയാനായിട്ട്. കർത്താവിന്റെ സ്നേഹം അങ്ങനെയാണ്. കർത്താവിന്റെ സ്നേഹത്തിൽ കർത്താവിന് കണ്ടീഷൻസ് ഒന്നുമില്ല. നിങ്ങൾ അങ്ങനെയായിരുന്നില്ല, നിങ്ങൾ ഇങ്ങനെയായിരുന്നില്ല, നിങ്ങൾ അത് ചെയ്തു, ആ കണ്ടീഷൻസ് ഒന്നും കർത്താവ് നോക്കത്തില്ല. കർത്താവിന്റെ ഉള്ളിലെ ഹൃദയം അതാണ്, ഹൃദയത്തിലെ സ്നേഹം അതാണ്. ഒരു വ്യവസ്ഥകളും നോക്കാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണ് ഈ കുഞ്ഞ് വിളിച്ചത്. അതുകൊണ്ട് ഭയപ്പെടാൻ ഇന്നത്തെ ദൂത് നമ്മളോടുള്ള ദൈവിക ആലോചന എന്ന് ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണും. എത്ര മരണകരമായിരിക്കുന്ന അവസ്ഥയാണെങ്കിലും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായിട്ട് കഴിയുന്ന എന്റെ കർത്താവിന്റെ പ്രവൃത്തി എല്ലാവരുടെയും ജീവിതത്തിൽ വെളിപ്പെടുമാറാകട്ടെ. ഈ വചനത്തെ ദൈവം നിങ്ങൾ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.